ഈ വീഡിയോയിൽ ഡിമിനിഷിംഗ് ഓർ റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് മെത്തേഡ് ഓഫ് ചാർജിങ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് ഡിമിനിഷിംഗ് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ഓർ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. Under this method, a fixed percentage is written off every year on the book value of asset at the beginning of the year. എല്ലാ വർഷവും ഇയർ ഓപ്പണിങ്ങിലുള്ള അല്ലെങ്കിൽ ബിഗിനിങ്ങിലുള്ള ബുക്ക് വാല്യൂ എത്രയാണോ അതിൻ്റെ ഫിക്സഡ് പെർസെൻറ്റേജ് ആണ് നമ്മൾ ഡിമിനിഷിംഗ് മെത്തേഡ് അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ചാർജ് ചെയ്യുന്നത്. ദറ്റ് ഈസ് ഒറിജിനൽ കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡഡ് ടിൽ ഡേറ്റ്. എല്ലാ വർഷവും നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നു, അടുത്ത വർഷത്തേക്ക് ബാലൻസ് കണ്ടെത്തും, ഓപ്പണിംഗ് ബാലൻസിൻ്റെ മുകളിൽ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ആസ് പെർ ദ ബുക്ക് വാല്യൂ ഓർ റിട്ടേൺ വാല്യൂ ഈസ് ഡിമിനിഷിംഗ് ഈച്ച് ഇയർ, ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഇൻ ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ് വിൽ ഓൾസോ ബി ഡിമിനിഷിംഗ്. ഈ മെത്തേഡിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഇൻ ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ് വിൽ ഓൾസോ ബി ഡിമിനിഷിംഗ്. ഇവിടെ അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ഡിപ്രീസിയേഷൻ്റെ വാല്യൂ കുറഞ്ഞു വരുന്നു. ഇൻ അതർ വേർഡ്സ്, ദ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ റിമൈൻ ഫിക്സഡ് while the amount of depreciation changes goes on diminishing passage of time. ഇപ്പോൾ അസറ്റിൻ്റെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ശ്രദ്ധിക്കണം, വാക്ക് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ റിമെയിൻസ് ഫിക്സഡ്. റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ 10% എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ സെയിം ആണ്. പക്ഷേ while the amount of depreciation ചാർജ് goes on diminishing, എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഓരോ വർഷവും കുറഞ്ഞു വരുന്നു. ആദ്യ വർഷങ്ങളിൽ കൂടുതൽ ഡിപ്രീസിയേഷൻ എമൗണ്ടും അവസാന വർഷം, അതായത് ലൈഫ് ടൈം കഴിയുന്ന സമയത്തേക്ക് കുറഞ്ഞ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷനും ആയിരിക്കും ഉണ്ടാവുക. ഈ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. റിയലിസ്റ്റിക് ആണ്. ഹയർ ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഇൻ ഏർലിയർ ഇയേഴ്സ് വെൻ അസറ്റ്സ് യൂട്ടിലിറ്റി ഈസ് ഹയർ ആസ് കമ്പയർഡ് ടു ലാസ്റ്റ് ഇയേഴ്സ്. വളരെ എഫിഷ്യൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് മെഷീൻ നമ്മൾ കൂടുതലായിട്ട് ബിസിനസ്സിൽ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ എഫിഷ്യൻസി യൂസ് ചെയ്യുമ്പോൾ ആ എഫിഷ്യൻസിയുടെ ഒരു കണക്ക് വെച്ച് നോക്കുന്ന സമയത്ത് ഹയർ ഡിപ്രീസിയേഷനാണ് ആനുവലി നമ്മൾ ആദ്യ വർഷങ്ങളിൽ ചാർജ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഈക്വൽ ബേർഡൻ. ഇറ്റ് റിസൾട്ട് ഇൻ ടു ഓൾമോസ്റ്റ് ഈക്വൽ ബേർഡൻ ഓഫ് ഡിപ്രീസിയേഷൻ ആൻഡ് റിപ്പയർ എക്സ്പെൻസസ് ടേക്കൺ ടുഗദർ എവറി ഇയർ. അപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ എമൗണ്ടും റിപ്പയർ എമൗണ്ടും കൂടി എടുത്ത് നോക്കുമ്പോൾ ഏകദേശം സെയിം ആയിരിക്കും. കാരണം ആദ്യ വർഷങ്ങളിൽ ഡിപ്രീസിയേഷൻ കൂടുതലും റിപ്പയർ കുറവായിരിക്കും. പിന്നെ വരുന്ന സമയത്ത് ഡിപ്രീസിയേഷൻ കുറയുന്നു, അതേസമയം റിപ്പയറിങ് സാധ്യത കൂടുതൽ വരുന്നു. അപ്പോൾ ടോട്ടൽ ഡിപ്രീസിയേഷൻ പ്ലസ് റിപ്പയർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈക്വൽ ബേർഡൻ ആണ് എല്ലാ വർഷവും വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, തേർഡ്, ടാക്സ് പർപ്പസ്. ഇൻകം ടാക്സ് ആക്ട് ആക്സെപ്റ്റ് ദിസ് മെത്തേഡ്. ഈ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം എന്നാണ് ഇൻകം ടാക്സ് ആക്ട് പറയുന്നത്. മറ്റ് മെത്തേഡുകളൊക്കെ അക്കൗണ്ടിങ് പർപ്പസിന് ഉപയോഗിക്കാൻ വേണ്ടി പല എക്സ്പേർട്ടുകളും ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഡിപ്രീസിയേഷൻ മെത്തേഡുകളാണ്. പക്ഷേ ഇൻകം ടാക്സ് ആക്ട് പറയുന്നത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ചാർജ് ചെയ്യണം എന്നാണ്. ആൻഡ് ഫോർത്ത് വൺ, ലോസ് ഡ്യൂ ടു ഒബ്സോളസൻസ് ഗെറ്റ് റെഡ്യൂസ്ഡ് ബിക്കോസ് ലാർജ് പോർഷൻ ഓഫ് കോസ്റ്റ് ഇസ് റിട്ടേൺ ഓഫ് ഇൻ ഏർലിയർ ഇയേഴ്സ്. പിന്നീട് ഇപ്പോൾ ഈ ഒബ്സോളസൻസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം കൊണ്ട് വാല്യൂ കുറയുന്ന സമയത്ത് ആദ്യകാലങ്ങളിൽ തന്നെ നമ്മൾ കൂടുതൽ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് റൈറ്റ് ഓഫ് ചെയ്തത് കൊണ്ട് തന്നെ പിന്നീട് കുറഞ്ഞ വാല്യൂ മാത്രമേ അസറ്റിന് ബാക്കിയുള്ളൂ. അപ്പോൾ ഒബ്സോളസൻസിന് കൊണ്ടുവരുന്ന നഷ്ടം എന്ന് പറയുന്നത് ആ കുറഞ്ഞ ബാക്കിയുള്ള വാല്യൂ ആയിരിക്കും. നെക്സ്റ്റ്, സ്യൂട്ടബിൾ ഫോർ ലോങ് ലാസ്റ്റിംഗ് അസറ്റ്. ഒരുപാട് കാലത്തേക്ക്, അതായത് ലൈഫ് ടൈം കൃത്യമായി കണ്ടെത്താൻ പറ്റാത്ത കേസുകളിലൊക്കെ വിച്ച് റിക്വയർ ഇൻക്രീസ്ഡ് റിപ്പയർ എക്സ്പെൻസസ് ഇൻ ലേറ്റർ ഇയേഴ്സ്. അതേപോലെ തന്നെ എത്ര കാലത്തേക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കൃത്യമായി അറിയാത്ത അവസ്ഥ, ആ സമയത്ത് റിപ്പയറിങ് എത്രയാണ് എന്ന്, അല്ലെങ്കിൽ അവസാന കാലത്ത് റിപ്പയറിങ് കൂടുതൽ വേണ്ട കേസുകളിലൊക്കെയാണ് ഈ മെത്തേഡ് കുറച്ചുകൂടി സ്യൂട്ടബിൾ ആവുന്നത്. ഇനി ഈ മെത്തേഡിൻ്റെ limitations ഒന്ന് നോക്കാം. Depreciable cost cannot be fully written off
ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ബാലൻസ് എത്രയാണോ ആ ബാലൻസിൻ്റെ നിശ്ചിത ശതമാനം. ഇവിടെ നമ്മൾ പറഞ്ഞു 10% എന്നാണ് എങ്കിൽ ആദ്യം വാങ്ങുന്ന സമയത്ത് 1 lakh rupeesൻ്റെ 10% റൈറ്റ് ഓഫ് ചെയ്തു. ഇങ്ങനെ ഓരോ വർഷവും ചെയ്യുന്ന സമയത്തും സോ വാല്യൂ ഓഫ് അസറ്റ് നെവർ ബി സീറോ. എപ്പോഴും ഉള്ള ബാലൻസിൻ്റെ ഒരു നിശ്ചിത ശതമാനമാണ്. ഒരിക്കലും ഇതിൻ്റെ വാല്യൂ, അസറ്റിൻ്റെ വാല്യൂ ഒരിക്കലും സീറോ ആവില്ല. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ മെത്തേഡിലാണ് നമ്മൾ അസറ്റ് മുകളിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് എങ്കിൽ അസറ്റിൻ്റെ വാല്യൂ ഒരിക്കലും സീറോ ആവില്ല. രണ്ടാമത്, ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് എ സ്യൂട്ടബിൾ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. പിന്നെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ എത്ര ശതമാനം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം, 10 ആണോ 5 ആണോ എന്ന് പറയുന്ന ഒരു സ്യൂട്ടബിൾ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ 2 ലിമിറ്റേഷനുമാണ് പ്രധാനമായിട്ടും ഈ മെത്തേഡിൽ പറയുന്നത്. ഓക്കെ.